ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീത ഇങ്ങനെ പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യത്തെ അധ്യായമാണ് അർജുന വിഷാദയോഗ. അതിൽ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചു, കുറേശ്ശെ. അടുത്ത ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാമില്ലേ? ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ദുര്യോധനൻ ആദ്യം തന്നെ ദ്രോണാചാര്യരോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം ആരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവസാനം ദുര്യോധനനൊരു ആശങ്കയുണ്ടാകുന്നു. അവിടം വരെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇങ്ങനെ തന്നെയാണോ ഞാൻ പറഞ്ഞു തരേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറയണം. അതുപോലെ തന്നെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എനിക്കതനുസരിച്ചിട്ട് തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. എനിക്കറിയാവുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ബുക്ക് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഒരു നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതി അർത്ഥസഹിതം എഴുതി വെച്ചാൽ നിങ്ങൾക്കത് പിന്നീട് പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 12ാമത്തെ ശ്ലോകമാണ്. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹ സിംഹനാദം വിനുദ്യോച്ഛൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ഓരോ വരിയായിട്ട് അർത്ഥം നോക്കാം. തസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനൻ, സഞ്ജനയൻ ഹേതു എന്നാണ് അർത്ഥം, കോസിങ്. ഹർഷം സന്തോഷം, കുരുവൃദ്ധ അതായത് കുരുക്കളിൽ ഏറ്റവും മുതിർന്നവൻ, വൃദ്ധനായിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. പിതാമഹൻ, സിംഹനാദം സിംഹത്തിൻ്റെ നാദം, വിനദ്യോ ധ്വനിയോടെ, ഉച്ചൈ ലൗഡ്ലി ഉച്ചത്തിൽ, ശംഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖ്, ദത്മൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴക്കി, പ്രതാപവാൻ കീർത്തിമാൻ. അർത്ഥം ഇങ്ങനെയാണ്. ഈ സന്ദർഭത്തിൽ പ്രതാപശാലിയും കുരുവൃദ്ധനുമായ പിതാമഹൻ ദുര്യോധനന് ഹർഷമുളവാക്കുമാറ്, അതായത് സന്തോഷമുളവാക്കുമാറ് സിംഹനാദം ചെയ്ത് ശംഖ് മുഴക്കി. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശംഖുനാദമൊക്കെ മുഴക്കുകയാണ്. ആരാണ് മുഴക്കിയത്? ഭീഷ്മ പിതാമഹനാണ് മുഴക്കിയത്. അപ്പോൾ ഇവിടെ ദുര്യോധനൻ ഒരു ആശങ്കയൊക്കെ ഉണ്ട്. ആ ആശങ്കയിൽ ഇങ്ങനെ ദുര്യോധനൻ നിൽക്കുകയാണല്ലേ. നമ്മളുടെ പക്ഷത്തുള്ളവർ വളരെ കുറവാണ്, അവരുടെ പക്ഷത്തുള്ളവർ കൂടുതലാണെന്നൊക്കെ ഒരു ആശങ്ക പറയുന്നുണ്ട്. ആ സമയത്താണ് ഭീഷ്മര് ശംഖനാദം മുഴക്കുന്നത്. എതിരാളികൾക്ക് ഭയകാരിയും കൗരവരിൽ പ്രായാധിക്യവുമുള്ള മുതുമുത്തച്ഛനായ ഭീഷ്മർ ശങ്കാകുലനായി നിന്ന ദുര്യോധനന് സന്തോഷമുളവാക്കുമാറ് സിംഹത്തെ പോലെ അലറിയതിനു ശേഷം ശംഖ് ഉച്ചത്തിൽ മുഴക്കി. യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്ന് അർത്ഥം. 13ാമത്തെ ശ്ലോകം. തദശങ്കാച്ഛ ഭേര്യച്ഛ പണവാനഗോമുഖാഃ സഹസൈ വാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അർത്ഥം തദഹ അപ്പോൾ, ശംഖ ശംഖുകൾ, ച പുറമേ, ഭേര്യ ഭേരീനാദം, ച കൂടെ. അപ്പോൾ ആദ്യത്തെ ച പുറമേ എന്നും രണ്ടാമത്തെ ച ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടെ എന്നും ആണ് അർത്ഥം. പണവാനക ഗോമുഖാഹ വിവിധ വാദ്യ ഉപകരണങ്ങൾ, സഹസ ഏവ പെട്ടെന്ന്, അഭ്യഹന്യന്ത മുഴക്കത്തോടെ, സ അത്, ശബ്ദ ശബ്ദം, തുമോലോ ഘോരമായ, തുമോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘോരമായ, അഭവതു ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ ശംഖനാദം ആര് മുഴക്കി? ഭീഷ്മാചാര്യര് മുഴക്കിയപ്പോൾ അനന്തരം പെട്ടെന്ന് ശംഖുകളും ഭേരികളും പണവം, ആനകം, ഗോമുഖം
എന്നീ വാദ്യങ്ങൾ മുഴക്കപ്പെട്ടു. ആ ശബ്ദം ദിക്കാസകലം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ശംഖനാദം ഭീഷ്മാചാര്യർ മുഴക്കി. അതിനു മുമ്പായിട്ട് സിംഹത്തിനെ പോലെ അദ്ദേഹം അലറി. അതിനുശേഷമാണ് ആ ശംഖനാദം മുഴക്കുന്നത്. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ശംഖനാദങ്ങളും പെരുമ്പറകളും മദ്ദളങ്ങളും അങ്ങനെ ഒരുപാട് ഗോമുഖങ്ങളും അങ്ങനെയുള്ള ഒരുപാട് വാദ്യങ്ങൾ അവിടെയെല്ലാം മുഴങ്ങി. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അതാണ് ഈ ശബ്ദങ്ങളെല്ലാം കേട്ടതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇനി അർജുന വിഷാദ യോഗയിലെ 14-ാമത്തെ ശ്ലോകം. തദഹ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ധനേ സ്ഥിതൗ മാധവഃ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതുഃ. അർത്ഥം നോക്കാം. തദഹ അപ്പോൾ, ശ്വേതൈർ വെളുത്ത, ഹയൈർ കുതിരകൾ, യുക്തേ പൂട്ടിയ, മഹതി മഹത്തായ, സ്യന്തനെ രഥത്തിൽ, സ്ഥിതൗ ഇരുന്നു കൊണ്ട്, മാധവഃ മാധവൻ, പാണ്ഡവ പാണ്ഡവൻ, ച കൂടെ, ഏവ അതുകൂടാതെ, ദിവ്യൗ ദിവ്യമായ, ശംഖൗ ശംഖുകൾ, പ്രദത്മതുഃ മുഴക്കി. അപ്പോൾ കൗരവഭാഗത്തു നിന്നും ശംഖുനാദങ്ങളും ഭേരികളുമെല്ലാം മുഴക്കിയപ്പോൾ വെളുത്ത കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് മാധവനും അർജുനനും ദിവ്യമായ ശംഖുകൾ മുഴക്കി. തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതുഃ. അതായത് വെളുത്ത കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് മാധവനും അർജുനനും ദിവ്യമായ ശംഖുകൾ മുഴക്കിയെന്നാണ് ഈ 14-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം ഇരുപക്ഷത്തിലുള്ളവരും ശംഖുകൾ മുഴക്കി, പെരുമ്പറകളൊക്കെ കൊട്ടി. അതായത് യുദ്ധത്തിൻ്റെ ആ ഒരു രണ്ടുപേരും സന്നദ്ധരാണ് എന്ന് അറിയിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. 15-ാമത്തെ ശ്ലോകം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനജ്ഞയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമ്മ വ്യകോദരഃ. പാഞ്ചജന്യം, പാഞ്ചജന്യം എന്ന ശംഖ്. ഹൃഷികേശ, ഹൃഷികേശൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ദേവദത്തം, ദേവദത്തം എന്ന ശംഖ്. ധനജ്ഞയ അർജുനൻ. പൗണ്ഡ്രം ശംഖ്. ദദ്മൗ മുഴക്കി. മഹാശംഖം മഹത്തായ ശംഖ്. ഭീമകർമ്മ എന്ന് പറയുന്നത് ഭീമസേനനെയാണ്. വ്യകോദരഃ അതായത് ഭീമനെ തന്നെയാണ് വ്യകോദരൻ എന്ന് പറയുന്നത്. കാരണം വലിയ ഒരു ഉദരം, ചെന്നായയുടെ കൂട്ടുള്ള ഉദരമുള്ളവൻ എന്ന രീതിയിലാണ് ഭീമനെ വ്യകോദരൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും, അർജുനൻ ദേവദത്തം എന്ന ശംഖും, ഭീമസേനൻ പൗണ്ഡ്രം എന്ന മഹാശംഖും മുഴക്കി. 16-ാമത്തെ ശ്ലോകം. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. അനന്തവിജയം ശംഖാണ്. അനന്തവിജയം എന്ന് പറയുന്ന ശംഖാണ്. രാജാവ്. കുന്തിപുത്രോ കുന്തിപുത്രൻ. യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ. നകുലൻ സഹദേവൻ. ച കൂടെ. സുഘോഷമണി പുഷ്പകൗ അതൊക്കെ ശംഖുകളാണ്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയവും, നകുലൻ സുഘോഷവും, സഹദേവൻ മണിപുഷ്പകവും മുഴക്കി. ഇതൊക്കെ ശംഖുകളുടെ പേരാണ്. മണിപുഷ്പകം, സുഘോഷം, അനന്തവിജയം ഇതൊക്കെ
ശംഖുകളുടെ പേരാണ്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നകുലൻ സുഘോഷം എന്ന ശംഖും സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖും മുഴക്കിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. 17ാമത്തെ ശ്ലോകം. കാശ്യച്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്രുമ്നോ വിരാടച്ച സാത്യകീ ച പരാജിതഃ. കാശ്യച്ച കിങ് ഓഫ് കാശി, കാശി രാജാവ്. പരമേശ്വാസ വില്ലാളി വീരൻ. ശിഖണ്ഡി, ശിഖണ്ഡിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ച കൂടെ, മഹാരഥ മഹാരഥൻ, ദൃഷ്ടദ്രുമ്നോ ദൃഷ്ടദ്രുമ്നൻ, വിരാടച്ച വിരാടൻ, സാത്യകി സാത്യകി, അപരാജിത അപരാജിതൻ അതായത് പരാജിതനല്ലാത്തവൻ. കാശി രാജാവും ശിഖണ്ഡിയും ദൃഷ്ടദ്രുമ്നും വിരാടനും സാത്യകിയും. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവസ്യ പൃഥിവീപതേ സൗഭദ്രച്ഛ മഹാബാഹു ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവസ്യ പൃഥിവീപതേ സൗഭദ്രച്ഛ മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. ദ്രുപദോ ദ്രുപദൻ, ദ്രൗപദേച്ഛ ദ്രൗപദീപുത്രൻ, സർവശഃ എല്ലാം, പൃഥിവീപതേ എന്ന് വെച്ചാൽ ലോർഡ് ഓഫ് ദ എർത്ത് ഭൂമിയുടെ രാജാവ്, സൗഭദ്രാശ്ച സുഭദ്രാപുത്രൻ, മഹാബാഹു ബലവാൻ, ശംഖാൻ ശംഖുകൾ, ദദ്മു മുഴക്കി, പൃഥക് പൃഥക് യഥാക്രമം. പാഞ്ചാല രാജാവും ദ്രൗപദീ തനയനും സുഭദ്രാ തനയനും പ്രത്യേകം പ്രത്യേകം ശംഖുകൾ മുഴക്കി. 19ാമത്തെ ശ്ലോകം. സഘോഷാധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദ്വാരയത് നഭച്ഛ പൃഥിവീം ചൈവ തുമുലോ വ്യനുനാഥയൻ. സ ആ അല്ലെങ്കിൽ ദാറ്റ്, ഘോഷ ശബ്ദകോലാഹലം, ധാർത്തരാഷ്ട്രാണാം ദുര്യോധനാദികളുടെ, ഹൃദയാനി ഹൃദയത്തിൽ, വ്യദാരയത് മുഴങ്ങി, നഭച്ഛ ആകാശം, പൃഥിവീം ഭൂമി, ച കൂടെ, ഏവ പുറമേ, തുമുലോ പിളരുക, വ്യനുനാദയൻ പ്രതിധ്വനിക്കുക. അർത്ഥം ഇതാണ്. ആ ശബ്ദകോലാഹലം ആകാശവും ഭൂമിയും പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ദുര്യോധനാദികളുടെ ഹൃദയത്തെ പിളർന്നു. അതായത് ഇരുപക്ഷത്തുമുള്ള ആളുകൾ അവരുടെ ആ ശംഖുകളൊക്കെ ഇങ്ങനെ വലിയ ഉച്ചത്തിൽ മുഴക്കുകയാണ്. ആ സമയത്ത് പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് കേട്ട ആ ശംഖുനാഥത്തിൻ്റെ ആ പ്രതിധ്വനി ദുര്യോധനാദികളുടെ ഹൃദയം പിളർന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമാണ് അർജുന വിഷാദ യോഗ. അതിലെ 19ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതായത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും 19 വരെ പഠിച്ചത്. ഈ കാര്യങ്ങളെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന പോലൊക്കെ നടക്കുകയാണെന്ന്. ഇനി മുതൽ, അതായത് 20ാമത്തെ ശ്ലോകം മുതൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് മുടങ്ങാതെ ഇനിയുള്ള ക്ലാസ്സുകൾ കേൾക്കുക. ഒരു നോട്ട് ബുക്ക് എടുത്തു വെച്ച് എഴുതി പഠിക്കുക തന്നെ വേണം. ഭഗവത്ഗീത പഠിക്കുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, കുറേയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും ശ്രമിക്കണം. മുഴുവനൊന്നും ചിലപ്പോൾ നമുക്ക് പകർത്താൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. കുറേയൊക്കെ പകർത്താനായിട്ട് ശ്രമിക്കുക. കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി ഓരോ വാചകങ്ങളുടെയും ഒക്കെ
അർത്ഥം പറഞ്ഞു കൊടുത്ത് തന്നെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞു തന്നെ ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ വെറുതെ വ്യാഖ്യാനിച്ചു പോകാം, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സംസ്കൃത പദങ്ങളായതുകൊണ്ട് അർത്ഥം മനസ്സിലാകില്ല എന്ന് കരുതിയിട്ടാണ് ഓരോ വാക്കുകളുടെയും അർത്ഥമായിട്ട് ഞാൻ പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഓരോ വാക്യങ്ങളും എഴുതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ച് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാം അതിൻ്റേതായൊരു സീരിയസ്നെസ്സിൽ തന്നെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഈ പഠനത്തെ കാണുക. എല്ലാവരും നന്നായി പഠിക്കുക. അതുപോലെ ഞാൻ രാവിലെ ഇട്ടിരുന്ന നളദമയന്തിയുടെ കഥ എല്ലാവരും കേൾക്കണം. ഒരു ട്രിപ്പായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല, കാരണം വലിയ കഥയാണ്. അതുകൊണ്ട് കുറേശ്ശെയാണ് പറയുന്നത്. ബാക്കി ഭാഗം നാളെ ഇടാം. എല്ലാവരും അത് കേൾക്കണം, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ കലിയുഗമാണ്, പ്രാർത്ഥനയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്ന് കരുതുക. അതുകൊണ്ട് പരമാവധി സമയം പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ ഒന്ന് വളർന്നു കിട്ടുകയുള്ളൂ. എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. മനസ്സിലാകുന്നുണ്ടോ, ഇനി കഥകളൊക്കെ പറയുന്നത് നല്ലതായിട്ടാണോ, ഈ കാര്യങ്ങളെല്ലാം എഴുതി അറിയിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.